ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വേറെ ഇന്ന് റെമഡീസ് ഒന്നും അല്ല ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂക്കൂത്തി ഞാൻ കുത്തിക്കഴിഞ്ഞ ശേഷം ഉണങ്ങാൻ ഭയങ്കര താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ താമസം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പലതും നോക്കി. സാധാരണ നമ്മൾ ഉപ്പുവെള്ളം ചൂട് വയ്ക്കും, പിന്നെ ബെറ്റാഡിൻ ഇടും, അങ്ങനെ ഒത്തിരി ചെയ്ത് നോക്കി. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്കിങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഊരണം എന്നുള്ളൊരവസ്ഥ വരെ വന്നു. കാരണം കാണുമ്പോൾ തന്നെ ഭയങ്കര വൃത്തികേടാണ്. കാരണം ചിലർക്ക് ഇങ്ങനെ അടിയിലാണ് വരുന്നതെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ബൾജ് ചെയ്തത് മൊത്തം മേളിലോട്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര വൃത്തികേടുമാണ്. കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഊരണ്ടി വരുമോ, കാരണം ആഗ്രഹിച്ച് കുത്തിയത് വേണം. അപ്പോൾ ഊരണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ആര് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, മുറിവ് ഉണങ്ങാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ മാഗ്നീഷ്യം സൾഫേറ്റ്, ഓക്കെ, ഇപ്പോൾ ഞാൻ ബോട്ടിൽ കാണിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷോപ്പിൽ തന്നെ അത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു കസ്റ്റമർ വന്നപ്പോഴത്തേനും ഇതുപോലെ ഇങ്ങനെ ഒരു കുട്ടിയാണ്, എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുവാന്ന് തോന്നണം അവൾ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ട് കൈ തട്ടുമ്പോൾ ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ചോരയും ഒക്കെ വന്ന് ഇങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ ഞാൻ പറയുമോ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെ ഇട്ട് നോക്കിയെന്നൊക്കെ പറഞ്ഞു. ചേച്ചി ഞാൻ എല്ലാം ഇട്ട് നോക്കി, പക്ഷെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പിറ്റേ ദിവസം തൊട്ട് ഇങ്ങനെ അയച്ചെന്ന് പറഞ്ഞു. കൂടുതലും നമ്മളെന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ എപ്പോഴും ടച്ച് ചെയ്യാതിരിക്കും. കൈയെന്നല്ല, നമ്മൾ മുഖം കഴുകുമ്പോഴും തല തുടക്കുമ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ടച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മൂക്കെന്ന് പറഞ്ഞ ചെവി കണക്കല്ല, നമ്മുടെ ഈ ഒരു മാംസത്തിന് കട്ടിയുള്ള ഭാഗമാണ്. അപ്പോൾ അത് ഉണങ്ങാൻ താമസമെടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടുന്നതനുസരിച്ച് ഉള്ളിലെ മുറിവ് ഉണങ്ങാത്തത്. അതാണ് സ്കിന്നിങ്ങനെ നീങ്ങി വരുമ്പോഴത്തേനും അത് മേളിലോട്ട് ബൾജ് ചെയ്ത് വരുന്നത്. പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ഈ ആണിയുണ്ടല്ലോ ഇങ്ങനെ ടൈറ്റായിട്ട് ജാമായിട്ടിരിക്കും. അപ്പോൾ കാറ്റ് കടക്കാതെ വന്നാലും അങ്ങനെ വരാം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ ഞാൻ ഇങ്ങനെ ഷൂട്ട് എനിക്ക് പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തട്ടാൻ്റെ അടുത്ത് പോയി ഡയറക്റ്റ് കുത്തിക്കുമായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു കേട്ടോ. വേറെ കൈയൊന്നും തട്ടാതെ ഡ്രസ്സ് ഇടുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടും പക്ഷെ എനിക്ക് ഈ ഒരു ബൾജിങ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻലി ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് അത് കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു മോള് 2 ദിവസത്തേക്ക് ഇട്ട് ഒരു 3 ദിവസം കണ്ടിന്യൂസ് ഒന്ന് രാത്രി കിടക്കുമ്പോൾ ഇടും. പകലെന്ന് പറയുമ്പോൾ നമ്മൾ വിയർത്തൊക്കെ കഴിയുമ്പോൾ ഇത് ഒലിച്ചങ്ങ് പോകും. രാത്രിയിലെന്ന് പറയുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ പ്രവർത്തിക്കാൻ നല്ലതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയത് അങ്ങനെ തന്നെ, രാത്രിയിലാണ് ഇട്ടത്. അങ്ങനെ കൊടുത്തു വിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇട്ടിട്ട് നല്ലതായിരുന്നു കേട്ടോ, നന്നായിട്ടത് ഉണങ്ങി. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ ഉണങ്ങുന്നിടം വരെ മോളിട്ടോ, ഒരു നേരം വെച്ചിട്ടോ. കാരണം അവർ പറയുന്നത് 24 hour അതാണ് പറയുന്നത്. ഒരു ഡ്രോപ്പ് ഇട്ടാലും 24 മണിക്കൂർ അത് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി നമ്മൾ ഫുൾ നൈറ്റ് ഇടുവാണെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇപ്പോൾ 2-3 പേര് നമുക്ക് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കുട്ടിക്ക് 7 മാസം എങ്ങാണ്ട് ആയെന്ന് പറഞ്ഞു ഒരാൾക്ക്. അപ്പോൾ ഒത്തിരി ആയി, കാരണം ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേനും ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ടായിരുന്നു, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മാഗ്നീഷ്യം സൾഫേറ്റ് ഒരു കുഞ്ഞു ബോട്ടിലാണ്, വൈറ്റ് കളറായിരിക്കും. എന്നിട്ട് അതൊരു ഡ്രോപ്പ് ഞാൻ കൈ കൊണ്ടല്ല, ഈർക്കിലില്ലേ നമ്മുടെ ഈർക്കിലിങ്ങനെ തൊട്ടിട്ട് ഒരു ഡ്രോപ്പ് ഇങ്ങനെ കിടക്കാൻ നേരം അതിൻ്റെ ആ മൂക്കുത്തിയുടെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് ചുറ്റിനും ഓൾറെഡി അതിങ്ങനെ വ്യാപിച്ചിട്ട് എണ്ണമയം പോലെ ഇരിക്കും. അങ്ങനെ പക്ഷേ 7 മാസമൊക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ കഴിവതും ഉണങ്ങുന്നിടം വരെ അതിട്ട് കൊടുക്കുക ഒരു നേരം. ഓക്കെ, അത് കഴിയുമ്പോൾ മാറിക്കോളും, ഉറപ്പാണ്, അത് മാറും കേട്ടോ. പിന്നെ ഇതുപോലെ കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, അത്രയേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അത്ര ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിലും എന്താ മൂക്കുത്തി കുത്തിയിട്ട് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ
അത് ചെയ്താൽ മതി. മഗ്നീഷ്യം സൾഫേറ്റ് കണ്ട ബോട്ടിലില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടിക്ക് കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു കൊണ്ടുപോയിട്ടിട്ട് നോക്കും, നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കൈ വെച്ച് അതിൻ്റെ ഡേറ്റ് കഴിയുന്നിടം വരെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും ഗുണകരമാകുമെങ്കിൽ അവർ ഉപയോഗിക്കട്ടെ. അങ്ങനെ കൊടുത്തു വിട്ടു. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും വീഡിയോ ഇടാം. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇച്ചിരി തിരക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, 10ലാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് അവനെ കൊണ്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. ഇനിയിപ്പോൾ മോഡലൊക്കെ വരുമല്ലേ, അതുകൊണ്ട് ചെറിയൊരു ഷോർട്ടായിട്ടാണെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.